ഹായ്, വെൽക്കം ബാക്ക്. ഇനി നമുക്ക് കംപ്ലൈന്റ് മെക്കാനിസംസ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇനി ആർട്ടിക്കിൾ 26 കംപ്ലൈന്റ് പ്രൊസീജിയറും അതേപോലെ ആ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി റൂട്ടിലൂടെ വരുന്ന കംപ്ലൈന്റ്സ് അതിന്റെ ആ ഒരു കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ കാണാം ഈ ആർട്ടിക്കിൾ 26 വരുന്ന കംപ്ലൈന്റ്സ് എന്ന് പറയുന്നതാണ് ആ ഒരു ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൂട്ട് ILOനെ സംബന്ധിച്ചിടത്തോളം അല്ലെ. ആൻഡ് ഇത് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ആണ് ഇതിനകത്ത് വരിക. കംപ്ലൈന്റ് ഉണ്ട് ആർട്ടിക്കിൾ 26. അതോടൊപ്പം തന്നെ ആ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിയും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോ നമ്മുടെ നേരത്തെ ആ ഒരു ലോജിക് ഓർമ്മയുണ്ടല്ലോ. ആർട്ടിക്കിൾ 24 എന്ന് പറയുമ്പം അതൊരു റെപ്രസെന്റേഷൻ മാത്രമാണ് അവിടെ വരുന്നത്. അതൊരു ലൈറ്റ് റൂട്ടാണ്. എന്നാൽ ആർട്ടിക്കിൾ 26 പറയുന്ന ആ ഒരു കംപ്ലൈന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എസ്കലേഷൻ റൂട്ടാണ്. ഇത് കുറെ കൂടെ ഹെവിയർ ആയിട്ടുള്ള ഒരു എസ്കലേഷൻ റൂട്ടാണ്. അപ്പൊ നേരത്തെ ചെറുതായിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തിരുന്നത്, അതായത് ആർക്ക് കംപ്ലൈന്റ് കൊടുക്കാം, എന്തിനെ കുറിച്ച് കംപ്ലൈന്റ് കൊടുക്കാം, അതാണ് ഈ ഒരു ആർട്ടിക്കിൾ 26 ഒരു കോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോ ഇതിനകത്ത് പറയുന്നത് ആർട്ടിക്കിൾ 26 പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആണ്. അതായത് എനി മെമ്പർ സ്റ്റേറ്റ് മേ ഫയൽ എ കംപ്ലൈന്റ്. അപ്പൊ ഇവിടെ മെമ്പർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ILOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്തിനെയാണ് മെമ്പർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ ക്യാൻ ഫയൽ എ കംപ്ലൈന്റ് ഇഫ് ദാറ്റ് മെമ്പർ സ്റ്റേറ്റ് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് അനദർ മെമ്പർ സ്റ്റേറ്റ്. അപ്പൊ ഇതിന്റെ പിന്നിലെ ലോജിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്സ് ഈ ഒരു ILOയിൽ അംഗങ്ങളാണ്. അപ്പോ ILOയുടെ നിബന്ധനകൾ അല്ലെങ്കിൽ അവരുടെ റൂൾസ് ഒരു സ്റ്റേറ്റ് അതിനകത്ത് അംഗീകരിച്ച് നടപ്പാക്കുകയും മറ്റൊരു സ്റ്റേറ്റ് നടപ്പാക്കാതെ അവിടെ എന്താ പറയേണ്ടത്, അവരുടെ ആ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ എന്താ പറയണ്ടേ, ആ ഒരു ഇന്റർനാഷണൽ ലെവലിലെ കോമ്പറ്റീഷനിൽ ഈ റൂൾസ് ഫോളോ ചെയ്യുന്ന സ്റ്റേറ്റിന് അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോ മറ്റൊരു മെമ്പർ സ്റ്റേറ്റ് അത് നടത്തുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്ക് അവർക്ക് എന്താ പറയേണ്ടത്, ഇതിന് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ഓർക്കുക, രണ്ട് സ്റ്റേറ്റ്സും ഓൾറെഡി ആ ഒരു എന്താ പറയേണ്ടത്, അത് റാറ്റിഫൈ ചെയ്ത്, അതായത് അവിടെ വെച്ചിരിക്കുന്ന ആ ഒരു റൂള് അത് അംഗീകരിച്ചിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോ ഇത് ഒരു സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ആ ഒരു ബേസിക് രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ബേസിക് ഫോമിൽ നമ്മൾ നോക്കാം. അപ്പോ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതൊരു കൺവെൻഷൻ ആയിരിക്കണം. ആൻഡ് രണ്ട് സ്റ്റേറ്റ്സും അത് ഓൾറെഡി റാറ്റിഫൈ ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് ഇവിടെ വരുന്ന ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അത് ഒരു എഫക്റ്റീവ് ഒബ്സർവൻസ് ആയിരിക്കണം. എഫക്റ്റീവ് ഒബ്സർവൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ജസ്റ്റ് ലോയില് അല്ലെങ്കിൽ നോട്ട് ജസ്റ്റ് വേർഡ്സ് ഇൻ ലോ, ജസ്റ്റ് വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നതല്ല, പക്ഷെ റിയൽ ഇംപ്ലിമെന്റേഷനെ ബാധിക്കുന്ന രീതിയിലുള്ള സംഗതി. അതാണ് എഫക്റ്റീവ് ഒബ്സർവൻസ് എന്നുള്ള ആ ഒരു ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ഗവർണിംഗ് ബോഡിയും എന്താ പറയേണ്ടത്, വാട്ട് ആർ ദിയർ റോൾസ് ആൻഡ് അതെങ്ങനെയാണ് ആ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. ഗവർണിംഗ് ബോഡീനെ നമ്മൾ GB ആൻഡ് അതിന്റെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോ ഇതിന്റെ ഹാൻഡ് ബുക്ക് ഞാൻ നിങ്ങളുടെ നോട്ട്സിനോടൊപ്പം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇറ്റ്സ് എ വെരി ഹ്യൂജ് വൺ. അതിനകത്ത് സമയം കളയണമെന്നില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഹാൻഡ് ബുക്ക് ഞാൻ എന്താ പറയേണ്ടത് നിങ്ങളുടെ നോട്ട്സിന്റെ കൂട്ടത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഹാൻഡ് ബുക്കിൽ പറയുന്നത് ആദ്യം ദ ഗവർണിംഗ് ബോഡി ഏതാണോ ഗവർണിംഗ് ബോഡി ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഗവർണിംഗ് ബോഡിയിലെ മെമ്പേഴ്സ് എന്നൊക്കെയുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദേ മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഗവൺമെന്റ് കൺസേൺ. അപ്പൊ ഇത് സ്റ്റേറ്റ് A സ്റ്റേറ്റ് Bക്കെതിരെ പരാതി കൊടുക്കുന്നത്, അപ്പം ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് B ആയിട്ട് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അത് ആർട്ടിക്കിൾ 24 നടക്കുന്ന അതേപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷൻ അവർക്ക് ചോദിക്കാം എന്നുള്ളത്. അതിനുശേഷമാണ് ഈ ഒരു എസ്കലേഷൻ പവർ
സെക്ഷൻ ആർട്ടിക്കിൾ 26 അനുസരിച്ചുള്ള ആ ഒരു എസ്കലേഷൻ പവർ വരുന്നത്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? ഇഫ് ദ ഗവർണിംഗ് ബോഡി ഫീൽസ് കമ്മ്യൂണിക്കേഷൻ ഇസ് നോട്ട് നെസസറി. അപ്പൊ ഗവർണിംഗ് ബോഡിക്ക് തീരുമാനം എടുക്കാം ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല എന്നവർ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അവർ ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന് റിപ്ലൈ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ ലഭിച്ച റിപ്ലൈയില് ഉത്തമമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല, അതായത് നോട്ട് സാറ്റിസ്ഫാക്ടറി ആണ് ആ ഒരു ലഭിച്ച റിപ്ലൈ എന്നുള്ളത്. അപ്പൊ ഈ 3 സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നെടുത്ത് അവർക്ക് അപ്ലൈ ചെയ്തിട്ട് ഗവർണിംഗ് ബോഡിക്ക് പിന്നെ ഒരു കമ്മീഷൻ ഓഫ് ഇൻക്വയറിയെ അവിടെ അപ്പോയിന്റ് ചെയ്യാം. ആ ഒരു കംപ്ലൈന്റ് അവർ പിന്നെ പരിഗണിച്ച് അതിന്റെ ബേസിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും എന്നുള്ളതാണ്. അപ്പോ ഒന്ന് ചിന്തിക്കുക, അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു റിപ്ലൈ അല്ലെങ്കിൽ നോ റിപ്ലൈ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ ഗവർണിംഗ് ബോഡിക്ക് ആ ഒരു കമ്മീഷന് ഓഫ് എൻക്വയറി അപ്പോയിന്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി who else, who can start this route besides a member അല്ലെങ്കിൽ ബിസൈഡ്സ് എ മെമ്പർ സ്റ്റേറ്റ്? അപ്പോൾ മെമ്പർ സ്റ്റേറ്റിന്റെ കാര്യം നമ്മൾ ആദ്യം ഇവിടെ സംസാരിച്ചു. മെമ്പർ സ്റ്റേറ്റ് അല്ലാതെ മറ്റാർക്കാണ് എന്താ പറയേണ്ടത് ഈ ഒരു ആർട്ടിക്കിൾ 26 എന്നുള്ള ആ ഒരു റൂട്ട് ട്രിഗർ ചെയ്യാനായിട്ട് സാധിക്കുക? ആർട്ടിക്കിൾ 26 ഓൾസോ അലൗസ് ദ ഗവർണിംഗ് ബോഡി ടു അഡോപ്റ്റ് ദ സെയിം പ്രൊസീജിയർ. ഗവർണിംഗ് ബോഡിക്ക് തന്നെ ഈ സെയിം പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യാം. അതായത് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ എന്ന് പറഞ്ഞാൽ സ്വമേധയായി അവർക്ക് ഈ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നു വരാം. ആ കോൺഫറൻസ് ഡെലിഗേറ്റിൽ നിന്ന് ഒരു കംപ്ലൈന്റ് റിസീവ് ചെയ്താലും അവർക്ക് ഇത് ഇനിഷ്യേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഇവിടെ ആലോചിക്കുക, ഒന്ന് ആ ഒരു മെമ്പർ സ്റ്റേറ്റ്സിന് മറ്റൊരു മെമ്പർ സ്റ്റേറ്റിനെതിരെ ഇനിഷ്യേറ്റ് ചെയ്യാം. 2 ഗവർണിംഗ് ബോഡിക്ക് തന്നെ തോന്നുകയാണ് സ്വമേധയായി ഇവിടെ കേസ് എടുക്കണം അല്ലെങ്കിൽ അന്വേഷണം നടത്തണം എന്ന് തോന്നുകയോ അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസ് ഡെലിഗേറ്റിൽ നിന്ന്, അതായത് കോൺഫറൻസിന് ഡെലിഗേറ്റ്സ് വരും. ട്രൈപാർട്ടേറ്റ് കോൺഫറൻസ് നമ്മൾ ഓർക്കുന്നില്ലേ? അതിന് ഡെലിഗേറ്റ്സിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് അത് നമ്മൾ ഡിസ്കസ്. അവര് കൊടുക്കുന്ന പരാതിയെ അടിസ്ഥാനപ്പെടുത്തിയും അവിടെ എടുക്കാം, ഈ ഒരു റൂട്ട് എടുക്കാം എന്നുള്ളത്. അപ്പോ പ്രധാനമായിട്ട് 3 ട്രിഗേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് കംപ്ലൈന്റ് ബൈ അനദർ മെമ്പർ, അതൊന്ന് ഓർക്കുക. ദെൻ ഗവർണിംഗ് ബോഡി ഇറ്റ് സെൽഫ് ആൻഡ് മൂന്നാമത് ആ ഒരു കോൺഫറൻസിൽ വരുന്ന ആ ഒരു ഡെലിഗേറ്റിനും ഇവിടെ ഇതിനകത്ത് എന്താ പറയേണ്ടത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി മറ്റ് ഒരു ചെറിയ ഒരു എന്താ പറയണ്ടേ ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടെസ്റ്റബിൾ ആയിട്ടുള്ള ഒരു റൈറ്റ് നമ്മൾ ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ, അതായത് ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 26 അനുസരിച്ചുള്ള ഒരു മാറ്റർ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉണ്ടല്ലോ, അവർക്ക് ഒരു റെപ്രസെന്റേഷൻ അയക്കാം ടു ടേക്ക് പാർട്ട് ഇൻ ദ ഗവർണിംഗ് ബോഡി പ്രൊസീഡിങ്സ് ഡ്യൂറിംഗ് കൺസിഡറേഷൻ. അപ്പോ എന്താ പറയേണ്ടത്, അതായത് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 25 പ്രകാരമോ ആർട്ടിക്കിൾ 26 പ്രകാരമോ, അതായത് ഈ ആർട്ടിക്കിൾ പ്രകാരമോ ഒരു കംപ്ലൈന്റ് കൺസിഡർ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തില് ആ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ഏത് ഗവൺമെന്റിനെതിരെയാണ്, ഏത് രാജ്യത്തിനെതിരെയാണ്, ആ രാജ്യത്തിന് ഒരു റെപ്രസെന്റേറ്റീവിനെ അയക്കാം ആ ഒരു ഗവൺമെന്റ് ബോഡി പ്രൊസീഡിങ്സിന്റെ ഭാഗമാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു റെപ്രസെന്റേറ്റീവിനെ അയക്കാം എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്, ആ ഒരു ഗവൺമെന്റിന് മറ്റൊരു ചാൻസ് ഇവിടെ കിട്ടുകയാണ്. അത് ആ കംപ്ലൈന്റ് പരിഹരിക്കുന്ന സമയത്ത് അവർക്ക് പ്രസന്റ് ആകാനും അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്. ഇനി ഈ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിക്ക് ശേഷം എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുക? ഇതാണ് റൈറ്റ് ഓഫ് ഗവൺമെന്റ് കൺസേൺഡ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അതായത് ആ ഒരു ഗവൺമെന്റിന് ഒരു റെപ്രസെന്റേറ്റീവിനെ അയക്കാം, എന്താ പറയേണ്ടത്, ആ ഒരു ഗവർണിംഗ് ബോഡി പ്രൊസീഡിങ്സിന്റെ പാർട്ടാകുന്നതിന് വേണ്ടിയിട്ട്. ഇനി മറ്റത് ആ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിക്ക് ശേഷം എന്താണ് ശരിക്കും സംഭവിക്കുക? അപ്പോ ഈ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെയിൻ ഓഫ് കണക്റ്റഡ് സ്റ്റെപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, ഒരുപക്ഷെ PSC നമ്മളടുത്ത് ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അവരെല്ലാ ആർട്ടിക്കിൾ നമ്പറും ബേസ് ചെയ്തുള്ള ചോദ്യം വരില്ല. അവർ ചിലപ്പം ഒരു സീക്വൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ആ ഔട്ട്കമിന്റെ സീക്വൻസ് എന്താണ് എന്നവിടെ ചോദിക്കുക. അപ്പോ ഇതിന് ശേഷമുള്ള സ്റ്റെപ്സ് നമ്മൾ ഒന്ന് ക്വിക്ക് ആയിട്ട് സിംപ്ലിഫൈ ചെയ്തൊന്ന് നോക്കുകയാണെങ്കിൽ അടുത്തത് വരുന്നത് ആർട്ടിക്കിൾ 27 കോഓപ്പറേഷൻ ആണ് അവിടെ വരുന്നത്.
അതായത് മെമ്പേഴ്സ് മസ്റ്റ് കോഓപ്പറേറ്റ് വിത്ത് ദ കമ്മീഷൻ. മെമ്പേഴ്സിന് അവിടെ മുഖം തിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല, അവർ കോഓപ്പറേറ്റ് ചെയ്യണം. അതൊന്ന്. ഇനി ആർട്ടിക്കിൾ 28 റിപ്പോർട്ട് പ്ലസ് റെക്കമെൻഡേഷൻസ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കമ്മീഷൻ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു ഫൈൻഡിങ്സും റെക്കമെൻഡേഷൻസും വെച്ചിട്ട് അത് ആർട്ടിക്കിൾ 28 അനുസരിച്ചാണ്. ഇനി ആർട്ടിക്കിൾ 29 എന്താണ്? പബ്ലിക്കേഷൻ പ്ലസ് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ 29 പറയുന്നത് അവര് റിപ്പോർട്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്യാം. അപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ഗവൺമെന്റ് ഇതിന്റെ ഫലമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യണം ആ റെക്കമെൻഡേഷൻസ് അവര് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് ദെൻ കംസ് ദ പോസിബിൾ എന്താ പറയേണ്ടത് പാത്ത് ടു ദ ICJ. ICJ മീൻസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതാണ് ICJ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ICJ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ റോൾ ഇവിടെ ഈ ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറിയിൽ? അപ്പോ അവർ കമ്മീഷൻ ഓഫ് എൻക്വയറി അവരുടെ ഫൈൻഡിങ്സ് എന്താണ്, അവരുടെ റെക്കമെൻഡേഷൻസ് എന്താണ്, ആർട്ടിക്കിൾ 28 പ്രകാരം അവരത് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനുശേഷം അത് പബ്ലിക് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ആർട്ടിക്കിൾ 29 പ്രകാരം. ആൻഡ് ILOയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊരു സ്റ്റെപ്പും കൂടെ ഇവിടെ അനുവദിക്കുന്നു എന്നുള്ളത്. അതായത് ഇപ്പം ഇവിടെ റേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ICJക്ക് റെഫർ ചെയ്യാം. ഒരു എന്താ പറയേണ്ടത്, കാരണം ഇവിടെ പിന്നെ ഒരു ലീഗൽ ഡിസിഷൻ ഇവിടെ ആവശ്യമായിട്ട് വരും. അപ്പൊ ഇത് ഓൾറെഡി എന്താ പറയേണ്ടത് ILOയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 29, 30, 31, 32 അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ആർട്ടിക്കിൾ 31, 32 എന്താണ്? അപ്പൊ ഇതാണ് പോസിബിൾ ICJ ഇന്റർവെൻഷൻ വരുന്നത്. അതിനുശേഷം 31, 32 എന്ന് പറയുന്നത് ICJയുടെ ആ ഒരു ഫൈനാലിറ്റി ആണ് അവിടെ വരുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ICJ അതിന്റെ റോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതേപോലെ ഫൈനലി ആ ഒരു ICJ ഡിസിഷൻ, അതായത് ആ ഒരു മാറ്റർ അവിടെ പോവുകയാണെങ്കിൽ ICJയുടെ ഡിസിഷനും കൂടെ അവിടെ വരുന്നത്. പിന്നെ ആർട്ടിക്കിൾ 33 വരുന്നത് ആക്ഷൻ റെക്കമെൻഡേഷൻ ആണ് ആർട്ടിക്കിൾ 33 വരുന്നത്. അപ്പോ ഇവിടെ ഈ റെക്കമെൻഡേഷൻസ് അത് പാലിച്ചില്ല എങ്കിൽ, അപ്പോ എന്താ പറയേണ്ടത്, ഇപ്പം ഫൈനലായിട്ട് കൊടുക്കുന്ന റെക്കമെൻഡേഷൻസ് ആണ് ഇതിനെ റാറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി, ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ആ ഒരു റെക്കമെൻഡേഷൻ അത് ചെയ്തില്ല എങ്കിൽ ആ ഒരു ഗവർണിംഗ് ബോഡിക്ക് ആക്ഷൻ റെക്കമെൻഡ് ചെയ്യാം. ആ ഒരു കോൺഫറൻസിനാണ് ഈ ആക്ഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റ് നടപടികൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ ആർട്ടിക്കിൾ 34 എന്താണ്? ലേറ്റർ വെരിഫിക്കേഷൻ. അതായത് ഈ റെക്കമെൻഡേഷൻ കൊടുത്ത് അവർ ആ റെക്കമെൻഡേഷൻ പാലിക്കാം എന്ന രാജ്യം അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താ പറയേണ്ടത്? ഒരു വെരിഫിക്കേഷൻ ഓഫ് കംപ്ലയൻസ് ആണ് ആർട്ടിക്കിൾ 34 നടക്കുന്നത്. ആൻഡ് ദെൻ കംസ് ദ ഡിസ്കണ്ടിന്യൂവൻസ് ഓഫ് ആക്ഷൻ. അപ്പൊ അവരെന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നടപടി അവിടെ അവർക്ക് എന്താ പറയേണ്ടത്? അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ആദ്യം അത് എൻക്വയറിയിൽ തുടങ്ങുന്നു, പിന്നെ റിപ്പോർട്ടും റെക്കമെൻഡേഷനും വരുന്നു, അത് അക്സെപ്റ്റ് ചെയ്യോ ഡിസ്പ്യൂട്ട് ചെയ്യോ ചെയ്യുന്നു, പിന്നെ പോസിബിൾ ICJക്ക് അത് പോകുന്നു, പിന്നെ അതെന്താ പറയേണ്ടത്? വീണ്ടും ഒരു പോസിബിലിറ്റിയാണ് കോൺഫറൻസിന്റെ ആക്ഷനിലേക്ക് വരണോ വേണ്ടയോ എന്നുള്ളത്. എന്നിട്ട് അത് വീണ്ടും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു, ആൻഡ് ഫൈനലി അത് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 26 എന്ന് പറയുന്നത് ILOയുടെ ഏറ്റവും ഫോർമൽ ആയിട്ടുള്ള ഒരു ക്വാസി അഡ്ജുഡിക്കേറ്ററി എസ്കലേഷൻ റൂട്ടാണ്. അതായത് അത് ഒരു കോർട്ട് കേസ് അല്ല, ആ ഒരു നോർമൽ സെൻസിൽ നമ്മൾ കാണുന്ന ഒരു കോടതി അല്ല എന്നിത് മനസ്സിലാക്കുക. പക്ഷേ ഇറ്റ് ഈസ് ദ സ്ട്രോങ്സ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് മെക്കാനിസം ഇൻ ILO സിസ്റ്റം. അതാണ് കമ്മീഷൻ ഓഫ് എൻക്വയറി എന്ന് പറയുന്നത്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആണ് ILOയുടെ ആ ഒരു എന്താ പറയണ്ടേ ഇൻവെസ്റ്റിഗേറ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അത് ഒരു ക്വാസി അഡ്ജുഡിക്കേറ്ററി എസ്കലേഷൻ റൂട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോർട്ട് ഇൻ ദ നോർമൽ സെൻസ്. അത് മാത്രമല്ല
ഇതിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ICJ പാത്വേ വരെ കണക്ട് ചെയ്യാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വരെ അതിന് പോകാം എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടേക്ക് അവേ അല്ലെ കീ ടേക്ക് അവേ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 26 ആണ് ആ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കംപ്ലൈന്റ് റൂട്ട് ആസ് ഫാർ ആസ് ILO ഇസ് കൺസേൺഡ്. അതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഫ്രീഡം ഓഫ് അസോസിയേഷൻ കംപ്ലൈന്റ്സ്, എസ്പെഷ്യലി ആ ഒരു CFA റൂട്ട്, ആ ഒരു സ്പെഷ്യൽ റൂട്ട്, അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് സ്പെഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് സ്പെഷ്യൽ എന്ന് പറയുന്നത്? ഇത് സ്പെഷ്യൽ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ടാണ്. കാരണം കംപ്ലൈന്റ്സ് അബൌട്ട് വാട്ട്? കംപ്ലൈന്റ്സ് അബൌട്ട് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. ഇപ്പൊ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്തുകൊണ്ട് അതിനെ വ്യത്യസ്തമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് അസോസിയേഷന്റെ കാര്യങ്ങള് ഒരു സെപ്പറേറ്റ് റൂട്ടിലൂടെ ട്രീറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്താണ്? കാരണം ILOയുടെ പ്രാക്ടീസിനെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഡിനറി ടോപ്പിക് ആയിട്ടല്ല അവർ ഡീൽ ചെയ്യുന്നത്. അത് ILOയുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റ്മെന്റ് ആണ് ഈ ഒരു എന്താ പറയേണ്ടത് ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് ടു റെക്കഗ്നൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അപ്പോ ILO ഇതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള, ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള, വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് കമ്മിറ്റി ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ CFA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു CFA അല്ലെങ്കിൽ കമ്മിറ്റി ഓൺ ഫ്രീഡം ഓഫ് അസോസിയേഷൻ. നോക്ക്, സിമ്പിൾ ആയിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തൊഴിലാളികൾക്ക് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം, അസോസിയേറ്റ് ചെയ്യാനുള്ള അവകാശം, അതിനെയാണ് ഈ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് നമ്മൾ ചെറിയ വാക്കുകളിൽ മനസ്സിലാക്കുക. അപ്പൊ ആദ്യം CFA എന്താണ്? ഇപ്പം ഹാൻഡ് ബുക്കില് കൃത്യമായിട്ട് CFA എന്താണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ CFA ഇവിടെ പറയുന്നത് ഒരു ട്രൈപാർട്ടേറ്റ് ഓർഗൻ ആണ്, ആ ഒരു ഗവർണിംഗ് ബോഡിയുടെ ഒരു ട്രൈപാർട്ടേറ്റ് ഓർഗൻ ആണ്. അപ്പൊ എന്താണ് ട്രൈപാർട്ടേറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ആൻഡ് ഇതിനകത്ത് 9 മെമ്പേഴ്സ് ഉണ്ടാകും, അതേപോലെ 9 ഡെപ്യൂട്ടി മെമ്പേഴ്സും ഉണ്ടാകും. മൊത്തം 18 പേരാണ്. അതിൽ 9 പേര് അതിന്റെ മെമ്പേഴ്സും 9 ഡെപ്യൂട്ടി മെമ്പേഴ്സുമാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഇനി അവരുടെ ആ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിലാണ് അവിടെ ഇരിക്കുന്നത് ആ ഒരു ഡെപ്യൂട്ടി മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ കപ്പാസിറ്റി എന്നിവിടെ ഉദ്ദേശിക്കുമ്പം ദേ ആർ നോട്ട് ദെയർ ആസ് ഒഫീഷ്യൽ നാഷണൽ റെപ്രസെന്റേറ്റീവ്സ്. ഒരു രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്, ഒഫീഷ്യൽ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടല്ല ഈ 9 ഡെപ്യൂട്ടി മെമ്പേഴ്സ് അവിടെ ഇരിക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ചെയർ പേഴ്സണും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി CFA എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദേ മീറ്റ് ഇൻ പ്രൈവറ്റ്, ഡോക്യുമെന്റ്സ് കോൺഫിഡൻഷ്യൽ ആണ്, ആൻഡ് ഡിസ്കഷൻസ് യൂഷ്വലി ബൈ കൺസെൻസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ CFAയുടെ മീറ്റിംഗ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടാണ് ഹോൾഡ് ചെയ്യുന്നത്, അത് പബ്ലിക് ആക്കിയിട്ടല്ല അത് നടത്തുന്നത്. ആൻഡ് ഇവിടുത്തെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കുന്ന സംഗതികളാണ്. ആൻഡ് ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് യൂഷ്വലി ബൈ കൺസെൻസസ് എന്ന് പറഞ്ഞാൽ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം എഗ്രി ചെയ്തുകൊണ്ട് ആണ്, അല്ലാതെ ഇവിടെ വോട്ടെടുപ്പിലൂടെ അല്ല തീരുമാനങ്ങളിൽ എത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് CFA അവർ ചെയ്യുന്നത്? വാട്ട് ഡു ദേ ഡു? അവര് കംപ്ലൈന്റ്സ് എക്സാമിൻ ചെയ്യാണ് അബൌട്ട് ഇൻഫ്രിഞ്ച്മെന്റ്സ് ഓഫ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് പ്രിൻസിപ്പിൾസ്. ഇത് രണ്ടും നമ്മൾ നോക്കിയതാ. ഫ്രീഡം ഓഫ് അസോസിയേഷൻ വേണം, കളക്റ്റീവ് ബാർഗെയിനിങ്ങിനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയും ലേബറേഴ്സിന് കൊടുത്തിരിക്കണം. ഇതിന് രണ്ടിനെയും വെല്ലുവിളിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നാൽ അവിടെയാണ് നമ്മൾ ഈ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദീസ് ഫെസിലിറ്റീസ്, അതായത് ഫ്രീഡം ഓഫ് അസോസിയേഷനും കളക്റ്റീവ് ബാർഗെയിനിങ് പ്രിൻസിപ്പിൾസും, അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലംഘനം വന്നാൽ അതാണ് അവര് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അപ്പോ CFA they send its conclusions and recommendations. അവരുടെയും ചർച്ചകൾ നടത്തി അവരുടെ കൺക്ലൂഷൻസും അവരുടെ റെക്കമെൻഡേഷൻസും വീണ്ടും അയക്കുന്നത് ഗവർണിംഗ് ബോഡിക്കാണ്.
ഓക്കെ, അപ്പോ ഓർത്തു വെച്ചോളുക, CFA എക്സാമിൻ ചെയ്യുന്ന, അവര് റെക്കമെൻഡ് ചെയ്യുന്ന, അവരുടെ റെക്കമെൻഡേഷൻസ് അവര് ഗവേണിംഗ് ബോഡിക്ക് അയക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ്. ഇനി ഇവിടെ ഒരു കീ MCQ ആകാനുള്ള ഒരു ഫാക്ട് നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കുക. അതായത് CFA റാറ്റിഫിക്കേഷൻ നോട്ട് റിക്വയർഡ് ടു ഫയൽ ഓർ എന്റർടൈൻ CFA കംപ്ലൈൻസ് എന്നുള്ളതാണ്. റാറ്റിഫിക്കേഷൻ എന്താണ്? റാറ്റിഫിക്കേഷൻ നമുക്കറിയാം, ഇവിടെ എടുക്കുന്ന റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ, ILOയുടെ കോൺഫറൻസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഒരു രാജ്യം അതിനെ അംഗീകരിച്ച് അവരത് ഫോളോ ചെയ്തു കൊള്ളാം എന്ന് അവര് ഉറപ്പ് നൽകുന്നതിനെയാണ് റാറ്റിഫിക്കേഷൻ എന്നിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് CFA can still entertain complaints even if the country has not ratified the freedom of association. freedom of association related ആയിട്ടുള്ള കൺവെൻഷൻസ് അവര് റാറ്റിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇവിടെ CFAക്ക് ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത്. ഇത് എന്തുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 26 പ്രകാരമുള്ള റൂട്ട് എന്ന് പറയുന്നത് യൂഷ്വലി അത് ഫോക്കസ് ചെയ്യുന്നത് റാറ്റിഫൈഡ് ആയിട്ടുള്ള കൺവെൻഷൻസിലാണ്. പക്ഷെ CFA ഇവിടെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കാരണം എന്താണ്? ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കോർ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് CFA can act even without ratification. അപ്പോ ഓർത്തു വെച്ചോളുക, PSC ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം CFAക്ക് വരുന്ന കംപ്ലൈൻസ് അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് അസോസിയേഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന കംപ്ലൈൻസ് റാറ്റിഫിക്കേഷൻ ഇല്ലാതെ അവർക്ക് ആ കംപ്ലൈന്റ് എടുത്ത് പരിഹരിക്കാൻ കഴിയുമോ? കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ റിസീവബിലിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ റിസീവബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ഈ ഒരു കംപ്ലൈന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർമെന്റ്സ്, അല്ലെ കംപ്ലൈന്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഹാൻഡ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കംപ്ലൈന്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്, അത് എഴുതിയിട്ടുള്ളതായിരിക്കണം, അത് സൈൻ ചെയ്തിട്ടുണ്ടാകണം, ആൻഡ് അവര് ചെയ്യുന്ന ആ ഒരു കുറ്റാരോപണം അല്ലെങ്കിൽ അലിഗേഷൻ എന്താണോ, അവരുടെ ആരോപണം എന്താണോ അതിന് പ്രൂഫ് ഉണ്ടായിരിക്കണം, ആൻഡ് ആ സ്പെസിഫിക് ആയിട്ട് അവർ നടത്തിയിട്ടുള്ള ലംഘനം അല്ലെങ്കിൽ ഇൻഫ്രിഞ്ച്മെന്റ് എന്താണോ അതും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ആൻഡ് ആർക്കൊക്കെയാണ് കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക? എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷന്, അതായത് ആ ഒരു സ്ഥാപനം എന്നുള്ളതല്ല, എംപ്ലോയേഴ്സ് യൂണിയൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്യാം. വർക്കേഴ്സ് ഓർഗനൈസേഷൻ, തൊഴിലാളികളുടെ യൂണിയൻസിന് കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സർക്കാരുകൾക്ക്, രാജ്യത്തിന്റെ ഗവൺമെന്റുകൾക്ക് കംപ്ലൈന്റ് സബ്മിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെ നമ്മൾ നോട്ട് ചെയ്യുക, അതായത് CFA they have broad discretion. വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിഷണറി പവർ അവർക്കുണ്ട് ടു ഡിസൈഡ് വെദർ ദ കംപ്ലൈന്റ് ഇസ് ട്രൂലി എംപ്ലോയേഴ്സ് ഓർ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, വെദർ ദ കംപ്ലൈന്റ് ഇസ് ട്രൂലി ഫ്രോം ആൻ എംപ്ലോയേഴ്സ് ഓർ എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ, അതും അവർക്ക് തീരുമാനിക്കാനായിട്ട് കഴിയും എന്നുള്ളത്. Now, handbook does not say only those recognized by national law എന്നവിടെ പറയുന്നില്ല. It is not bound by national definitions. നാഷണൽ ഡെഫിനിഷൻസ് എന്താണ്? ഓരോ രാജ്യങ്ങളുടെ നിയമം ഇവർക്ക് ബാധകമല്ല എന്നുള്ളതാണ് നമ്മൾ സ്പെസിഫിക്കലി പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യം പറയുകയാണ് വി ഡോണ്ട് റെക്കഗ്നൈസ് ദിസ് യൂണിയൻ, ഈ ഒരു യൂണിയനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ലെറ്റ് സേ നമ്മുടെ രാജ്യത്ത് ഒരുപാടധികം ട്രേഡ് യൂണിയൻസ് ഉണ്ട്, ലേബർ യൂണിയൻസ് ഉണ്ട്. അപ്പോ നമ്മുടെ രാജ്യം പറയാണ് ഓക്കെ ABC യൂണിയൻ, നമുക്കറിയാം INTUC, CITU, BNS, BMS അങ്ങനെ പറയുന്ന ഒരുപാടധികം യൂണിയൻസ് നമ്മുടെ രാജ്യത്തുണ്ട് അല്ലെ. ഇത് ഞാൻ മൂന്ന് പ്രമുഖ പാർട്ടികളുടെ യൂണിയൻസ് ആണ് ഞാനിവിടെ ഈ പറഞ്ഞത്. അതേപോലെ നമുക്ക് ചിന്തിക്കാം ABC എന്ന് പേരുള്ള ഒരു യൂണിയനും കൂടെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ആ ABC എന്ന് പറയുന്ന ആ ഒരു യൂണിയനാണ് ഈ ഒരു പരാതി നൽകുന്നതെന്ന് വിചാരിക്കാം. അപ്പോ ഇന്ത്യ ഗവൺമെന്റ് പറയുകയാണ് ആ ഒരു യൂണിയനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല, പക്ഷേ
CFAക്ക് ആ ഒരു യൂണിയനെ അംഗീകരിക്കാം, അതിനെ ഒരു വർക്കേഴ്സ് ഓർഗനൈസേഷൻ ആയിട്ട് തന്നെ അംഗീകരിക്കാം. അത് CFAയുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ആ ഒരു യൂണിയൻ ഫിറ്റ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ആ ഒരു നാഷണൽ ലോ CFAക്ക് ബാധകമല്ല. നാഷണൽ ലോ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് രാജ്യങ്ങളുടെ ലോ CFAക്ക് ബാധകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് ഈ ഒരു CFA കേസുകൾ പ്രോസസ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു സീക്വൻസ് എന്താണ്, അതിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളതും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ക്വിക്ക് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോ അതിന്റെ ആ ഒരു പ്രോസസ്സും അതിന്റെ ആ ഒരു ഔട്ട്പുട്ട്സും അതിന്റെ ടൈം ലിമിറ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോ ഇത് എന്താ പറയേണ്ടത്, ഈ ഒരു സീക്വൻസ് ഒരു പക്ഷേ പരീക്ഷയ്ക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ILO ഓഫീസിന് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. അപ്പോ സപ്ലിമെന്ററി ഇൻഫർമേഷൻ 1 മാസത്തിനുള്ളിൽ കൊടുക്കണം. എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിനുള്ളിൽ അതായത് രാജ്യങ്ങൾ അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് എന്തെങ്കിലും ഒരു ആരോപണം വരുന്നത് അത് ദാറ്റ് ഷുഡ് ബി അല്ലെങ്കിൽ ഇറ്റ് ഈസ് സെൻഡ് ടു ദ ഗവൺമെന്റ് ഫോർ എ റിപ്ലൈ. ഓക്കെ, ഒരു ആരോപണം കിട്ടി, അവർക്ക് അതിനെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ തിരിച്ച് കംപ്ലൈന്റ് ചെയ്തവരോട് ചോദിക്കാം, അത് 1 മാസത്തിനുള്ളിൽ കൊടുക്കണം. അതിനുശേഷം ആ ആരോപണങ്ങൾ അതാത് രാജ്യത്ത് സർക്കാരുകൾക്ക് അയക്കും ഫോർ എ റിപ്ലൈ. ആൻഡ് CFA ആ ഒരു കംപ്ലൈന്റ് എന്താണെന്ന് പഠിക്കുന്നു, അതിന് റിപ്ലൈ പഠിക്കുന്നു, ആൻഡ് അതിന്റെ എവിഡൻസ് എന്താണ് എന്ന് പഠിക്കുന്നു. ആൻഡ് CFAക്ക് ഇവിടെ എന്താ പറയേണ്ടത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ഇതിനെ ബേസ് ചെയ്തുണ്ടാക്കാം. ഒന്ന്, ഇറ്റ് ഇസ് കോൾഡ് ഡെഫിനിറ്റീവ് റിപ്പോർട്ട്. ഡെഫിനിറ്റീവ് റിപ്പോർട്ടാണ് അതിന്റെ ആ ഒരു അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫൈനൽ വ്യൂ എന്ന് പറയുന്നത്. ഇന്ററിം റിപ്പോർട്ട് ഉണ്ടാക്കാം, അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ വേണം, ഫൈനൽ ആയിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോഴത്തേക്ക് ഇന്ററിം റിപ്പോർട്ട് ഉണ്ടാക്കാം. ഇനി മൂന്നാമതൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫോളോ അപ്പ് റിപ്പോർട്ടാണ്. ഫോളോ അപ്പ് റിപ്പോർട്ടിൽ എന്താണ് ചെയ്യുന്നത്, നേരത്തെ അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ അതിന്റെ പ്രോഗ്രസ് എവിടം വരെയായി എന്ന് ചെക്ക് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു ഫോളോ അപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ എന്ന് പറയുന്നത് കേസസ് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്. കേസസ് ക്ലോസ് ചെയ്യുന്നത് ഒന്ന് ആ ഒരു പ്രോബ്ലം റിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കേസിന് ഇനി ഫെർദർ എക്സാമിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു തെളിവെടുപ്പ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല എന്ന് വരുന്ന സാഹചര്യത്തിൽ അവർക്ക് ക്ലോസ് ചെയ്യാം. ആൻഡ് അടുത്ത ആറാമത്തെ ഒരു പോയിന്റ്, CFA may recommend referral to fact finding and conciliation commission. അപ്പോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഈ ഫാക്ട് ഫൈൻഡിങ്, അതേപോലെ എന്താ പറയണ്ടേ കൺസിലിയേഷൻ കമ്മീഷൻ എന്നുള്ളത്. അത് ഒരു ഡീപ്പർ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ്. ഡീപ്പായിട്ടുള്ള ഒരു 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 എന്താ പറയേണ്ടത് ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ഇതിന് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ, ആൻഡ് CFAയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഒഫീഷ്യൽ ബുള്ളറ്റിനിലാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഒരു രാജ്യം എന്താ പറയേണ്ടത്, ആ റെലവെന്റ് ആയിട്ടുള്ള കൺവെൻഷൻ അവര് റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ CFAക്ക് അത് ഹൈലൈറ്റ് ചെയ്യാം. അതായത് ഇഫ് ദ കൺട്രി ഹാസ് റാറ്റിഫൈഡ് ദ റെലവെന്റ് കൺവെൻഷൻസ്, CFA can highlight legislative issues to CEACR. അപ്പോ റാറ്റിഫൈ ചെയ്ത കൺവെൻഷനെ തുടർന്നാണ് ഒരു കംപ്ലൈന്റ് അവിടെ വരുന്നതെങ്കിൽ CFAക്ക് അത് CEACR എന്താണ് സീക്കർ എന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അവർക്ക് കടക്കാം എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു സംഗതി ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ആ ഒരു ഫാക്ട് ഫൈൻഡിങ് ആൻഡ് കൺസിലിയേഷൻ കമ്മീഷനെ കുറിച്ചാണ്. പ്രത്യേകിച്ചും ഫ്രീഡം ഓഫ് അസോസിയേഷനെ കുറിച്ചുള്ള ആ ഒരു ഫാക്ട് ഫൈൻഡിങ്ങും കൺസിലിയേഷൻ കമ്മീഷനും. We will discuss this in the next part of the video. So thank you very much for watching this lesson, and you have an excellent day ahead. See you in the next class.